നിലവിൽ ഇതുവരെ അനുകൂലമായ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു കൂട്ട നിരാഹാരം ഇരിക്കാനായി തീരുമാനിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടിയന്തരമായി ഒരു ചർച്ച വെക്കണം. ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. ഞങ്ങൾ പാസ് എടുത്ത് പോയി കണ്ട് സംസാരിച്ചതാണ്. ഇതുവരെ ഒരു ചർച്ച നടന്നില്ല. ആ ചർച്ചയിൽ അടിയന്തരമായി പരിഗണിക്കാവുന്ന കുറേ വിഷയങ്ങൾ പരിഗണിക്കണം. റേഷ്യോ കുറയ്ക്കുക എന്നുള്ള ആവശ്യം മാത്രമല്ല നമുക്കുള്ളത്. ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കണം. മറ്റത് എത്ര സമയമാണ് വേണ്ടത് എന്നുള്ള കാര്യം 2 മാസം ഒരിക്കലും അനുവദനീയമല്ല. ഇപ്പോൾ 2 തവണ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നല്ലോ. അപ്പോൾ എന്താണ് സർക്കാർ പറയുന്നത്? ഇല്ല, മുഖ്യമന്ത്രിയുമായി 1 തവണ മാത്രമേ കൂടിക്കാഴ്ച നടത്തിയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന കാര്യങ്ങളിൽ തന്നെ അപാകതയുണ്ട്. അവർ പറയുന്നത് പൂർണ്ണമായും സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഇത് എടുത്ത് പറയേണ്ടി വരുന്നത്. ഇതിനകത്ത് ഡിവിഷൻ ഫോള് വരുന്ന സ്കൂളുകളിൽ മാത്രം റേഷ്യോ കുറയ്ക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലാതെ എല്ലാ സ്കൂളുകളിലും എന്നുള്ളതല്ല. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ഇത്ര ലയബിലിറ്റി വരിക. അതല്ല നമ്മുടെ ആവശ്യം വ്യക്തത വരുത്തേണ്ടതുണ്ട്.